കോഴിക്കോട് മൂടാടി പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തർക്കം. ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായി. UDF സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി LDF രംഗത്ത് വന്നിട്ടുണ്ട്. പഞ്ചായത്തിൽ LDF 10, UDF 10 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഷബീർ, ഒരു വോട്ട് അസാധുവായാൽ സ്വാഭാവികമായും അത് എതിർകക്ഷിക്ക് ഗുണം ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ UDFന് അവിടെ ഭരണം ലഭിച്ചിരിക്കുന്നത്. വോട്ട് തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്നുള്ള ആവശ്യത്തോട് വരണാധികാരി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നൗഫല്, ഈ വോട്ടെടുപ്പ് ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അതായത് LDFന് 10, UDFന് 10 എന്നിങ്ങനെയാണ് കോഴിക്കോട് മൂടാടി ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു LDF അംഗം വോട്ട് രേഖപ്പെടുത്തിയത്, അതായത് ഈ പേരിനോടൊപ്പം ടിക്ക് ചെയ്ത് ഒപ്പം തന്നെ അവിടെ പേരെഴുതി, അതായത് ഇതിന് പിറകിലായിരുന്നു പേര് എഴുതേണ്ടിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. അതിനുശേഷം വരണാധികാരിയോട് LDF അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ UDF തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തേണ്ടതില്ല, തങ്ങൾ ജയിച്ചതായി അവർ അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുകയാണ്. ഒരു പക്ഷേ നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അത് സാങ്കേതികമായി ചില ഇളവുകൾ അതിൽ നൽകാൻ കഴിയും. ആ അംഗത്തിന്റെ വോട്ട് രേഖപ്പെടുത്തിയതിൽ സാങ്കേതികമായ ചില ഇളവുകൾ ഉണ്ട് എന്നാണ് ഭരണാധികാരി നിലപാടെടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ നറുക്കെടുപ്പിലേക്ക് രണ്ട് കക്ഷികളും ഒരേ കക്ഷി നിലയിലായതിനാൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനം തെരഞ്ഞെടുക്കാനാണ്, പ്രസിഡന്റ് പദവി തെരഞ്ഞെടുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നൗഫൽ, മൂടാടി പഞ്ചായത്തിലാണ് LDFന്റെ ഒരു വോട്ട് അസാധുവായതോടുകൂടി തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്.